ഷാനിമോൾ ഉസ്മാൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷാനിമോൾ ഉസ്മാൻ, രാജി പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ, വിവരങ്ങൾ. എങ്ങനെ കാണുന്നു? അല്ല, ഇതിനകത്ത് രാഹുൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ഉചിതമായ കാര്യം എന്നുള്ളത് എന്റെ അഭിപ്രായം. ഞാൻ കഴിഞ്ഞ 2 ദിവസം തന്നെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതു മനസാക്ഷിയോടൊപ്പം, സ്ത്രീകളുടെ മനസാക്ഷിയോടൊപ്പം നിൽക്കുന്ന പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയ കോൺഗ്രസ് തീർച്ചയായിട്ടും അത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും, അതിനകത്ത് സംശയം വേണ്ട. അല്ല, ഇതിൽ സത്യത്തിലൊരു പരാതി തന്നെ ഉയർന്നു വരേണ്ടതുണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ്. ഞാനല്ല, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം പരാതിയുണ്ടോ അല്ലെങ്കിൽ കോർട്ട് പ്രൊസീഡിങ്സ് ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വിഷയം ധാർമ്മികമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് പൊതു രാഷ്ട്രീയത്തിൽ നിന്നും മുഖ്യധാര രാഷ്ട്രീയത്തിൽ മാറി നിൽക്കണം. അത് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുഭവം വ്യക്തമാക്കുന്നത് ഒരു ജനപ്രതിനിധി സ്വഭാവത്തിൽ കൊണ്ടുവരേണ്ട ആ സ്വഭാവ ശുദ്ധി, സംശുദ്ധി, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൂടി പറയുകയാണല്ലോ എല്ലാവരോടും. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണല്ലോ, അതിനെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആണ്. അത് പറഞ്ഞത് ഇത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റുകയില്ല, മനസ്സിലായില്ലേ? ഇത് കോൺഗ്രസിന് മാത്രം കഴിയുന്ന, കോൺഗ്രസിന്റെ മാത്രമുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു തീരുമാനം വലിയ രീതിയിൽ കോൺഗ്രസിന് തന്നെ ഗുണം ചെയ്യും. അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ചല്ലല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ശരി, നന്ദി. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനാണ് പറഞ്ഞത്. ഇത് വളരെയധികം നല്ല തീരുമാനമാണ്, സ്വാഗതം ചെയ്യുന്നു. രാജി വേണം, ആ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉള്ളത്. എന്തായാലും രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഹൈക്കമാൻഡിന് KPCC നിലപാട് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാജിയല്ലാതെ മറ്റു വഴിയില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇപ്പോൾ ഹൈക്കമാൻഡിനെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഹൈക്കമാൻഡ് നിലപാട് അറിയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ള വാർത്തകൾ. KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സാജു, കൂടുതൽ അപ്ഡേറ്റ്സ്, എങ്ങനെയാണ് കൂടിയാലോചനകൾ തുടരുന്നത്? രാഹുലിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് ദിവ്യ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. സംസ്ഥാന ഘടകം നിലപാട് അറിയിച്ചതോടെ, KPCC അധ്യക്ഷൻ നിലപാട് അറിയിച്ചതോടെ അത്തരത്തിലുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ആയി നമുക്ക് ലഭിക്കുന്ന തീരുമാനം, രാജിയിൽ ഇപ്പോൾ ഒരു ഏകാഭിപ്രായം സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാണ്. സതീശന്റെ നിലപാടിനോട് യോജിച്ച് ഗ്രൂപ്പ് നേതാക്കൾ കൂടി എത്തിയിരിക്കുന്നു. വൈകിട്ടോടുകൂടി അന്തിമ തീരുമാനം ഉണ്ടാകുന്നു. ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട സാഹചര്യം വരില്ല. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ചില നിയമോപദേശങ്ങൾ തേടുന്നു. കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് നിയമോപദേശം ലഭിച്ചാൽ മാത്രമേ രാഹുലിന്റെ രാജിക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് ഒരു നിയമോപദേശം തേടും. ആ നിയമോപദേശത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നിയമോപദേശം ലഭിക്കുന്നതെങ്കിൽ മറ്റൊരു പ്ലാൻ B യെ കുറിച്ചുള്ള ആലോചന കൂടി കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അത് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് വരുന്നതെങ്കിൽ രാജി ഒഴിവാക്കിക്കൊണ്ട് രാഹുലിനെ മാറ്റി നിർത്തും എന്ന ഒരു പ്ലാൻ B യെ കുറിച്ചുള്ള ആലോചനകളും ഇപ്പോൾ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അന്തിമ തീരുമാനം വൈകിട്ടോടെ ഉണ്ടാകും എന്നാണ് നേതാക്കൾ ഈ ഘട്ടത്തിൽ നൽകുന്ന സൂചന.